ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാര്, കുറെ ദിവസമായി നമ്മള് മീനൊക്കെ അല്ലെ കാണിച്ചിട്ട്, കാരണം ഈ രാവിലത്തെ പരിപാടിയൊക്കെ ആയിരുന്നു, മഴയല്ലായിരുന്നു. അതെ, ഇന്ന് ചടനയൊക്കെ ഞാനൊരു 8ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താന്ന് ചോദിച്ചെന്നാ, ഒരു പുതിയ തരം മീനാണ്. ഞങ്ങളിവിടെ വേറെ എല്ലായിടത്തും മേടിച്ച് കാണുമായിരിക്കും, ഇവിടെ ഒരു ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ? എന്താണ് മീനെന്ന് ചോദിച്ചത്? വെറും ചെമ്പല്ലി അല്ല, കടലിലെ ചെമ്പല്ലി. ഒരു ചുമന്നൊക്കെ ഇരിക്കണ മീനാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നമുക്ക് ചെമ്പല്ലി കാണാം. ചന്നി ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയാമല്ലോ. ഞാൻ കടക്കാരനോട് ചോദിച്ചു, ഇത് എന്ത് ചെയ്യും, ഇത് പൊളിക്കണതാണോ ചെത്തണതാണോ? അപ്പൊ കടക്കാരനും അറിയാമെന്നില്ല. ചെയ്ത് നോക്കാം. പിന്നെ ഇത് വെച്ചിട്ടുള്ളവര് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയേക്കാം. അമ്മ, ഇന്ന് ശരണ്യൊക്കെ ഞാനൊരു 8ന്റെ പണിയാണ് അമ്മ കൊടുത്തത്. അമ്മ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. ആഹാ, അമ്മ നല്ല സുന്ദരിയാണല്ലോ. 8ന്റെ പണിയാ. ദേ നോക്ക്, എന്താണ് കണ്ടാ കൂട്ടുകാരെ? ദേ കടൽ ചെമ്പല്ലി. ഇതാണ് കടലിലെ ചെമ്പല്ലി എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ അതിന്റെ കൂടെ കണ്ണി അയിലയും കൂടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അമ്മ രാവിലെ വേസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു ക്യാപ്സിക്കോ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ചോട്ടിക്കൊണ്ട് ഇടാൻ. ക്യാപ്സിക്കോ ഉണ്ടല്ലേ? അതിന് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഒക്കെയാണ് ഇടണത്. അതുകൊണ്ട് ഇടാൻ പോയാണ്. ഇത് കണ്ടോ, നമ്മുടെ അടുക്കള കൃഷി എന്നൊക്കെ പറയണ ഇതാണ്. എന്തെങ്കിലും ഒരു കൃഷി വേണ്ടേ, അതാണ് നമ്മുടെ ക്യാപ്സിക്കോ ഉണ്ടായി കിടക്കുന്നത്. ഇതേ കണ്ടോ, നമ്മുടെ അമ്മ അതിന് പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ 10 മണിച്ചെടികളും എല്ലാം ഇങ്ങനെ നിപ്പുണ്ട്. പനിക്കൂർക്ക, അതെ, വെള്ളം വന്നപ്പോ എല്ലാം എല്ലാം പോയി. ഭാഗ്യത്തിന് വെള്ളം വന്നപ്പോൾ ഇത് നമ്മുടെ മതലിൻ്റെ ഭിത്തിയിലായതുകൊണ്ട് അതൊന്നും ചീഞ്ഞു പോയിട്ടില്ല. അതൊരു ഭാഗ്യമായിപ്പോയി. താഴെ കിടന്നാലല്ലേ വെള്ളം വന്ന് ചീയുള്ളെന്നോർത്ത് നമ്മുടെ മത്തനാണെങ്കിൽ പെരയുടെ മേലിലാട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ, അല്ലേ ചെമ്പല്ലി എല്ലാം തിരിഞ്ഞു മാറ്റി വെക്കുകയാണ്. കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി ചെമ്പല്ലിയാണ്. നമ്മുടെ കടൽ ചെമ്പല്ലി എന്ന് പറയുന്ന ഇത് തന്നെ സാധനം അല്ലേ? ഇതാ, നമുക്കിത് ഒന്ന് തേച്ച് നോക്കാം. തേച്ചിട്ട് പോയില്ലെങ്കിൽ തൊലി കളയാം. ഞാനും കൂടി സഹായിക്കുന്ന ശരണ്യ. ഞാൻ ബനിയനൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ? അപ്പൊ അതെ, ചെമ്പല്ലി കൂടാതെ നമ്മുടെ ഇതൊക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് മീനില്ലാത്ത പരിപാടി ഇല്ലെന്ന്. പക്ഷെ അത് ശരിയാണ്, ഇവിടെ മീൻ വേണം. 2 ദിവസം മഴയൊക്കെ ആയതുകൊണ്ടല്ല ഞാൻ. അപ്പൊ നമുക്കിത് വെട്ടിയെടുക്കാം അല്ലേ? കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യതേ തേക്കാൻ തുടങ്ങി. കണ്ടതേ, മീനൊക്കെ എടുത്ത് ചട്ടിയിലാക്കി അങ്ങനെ തേക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വെട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ പുറത്ത് വെച്ചാണ് ഇന്ന് മീൻ വെട്ടണം. പെരയുടെ അകത്തൊന്നും അല്ല മീൻ വെട്ടണം. അതെ, അപ്പൊ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര പാടാണല്ലേ? അപ്പൊ നമ്മൾ ഈ കല്ലേ വെച്ചാണ് തേക്കുന്നത് അല്ലേ? പാടാണല്ലേ? വേറെ കത്രിക മേടിക്കാം അല്ലേ? പുതിയത് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്, അതും കൊള്ളിയല്ലായിരുന്നല്ലേ? മേടിച്ചിട്ടത് കൊള്ളിയലഞ്ഞിട്ടല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാന്? അതെ, അപ്പൊ ഇത് കണ്ട കൂട്ടുകാരെ, അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഏതാണ്ട് ഒരു കിളിമീനിന്റെ ഒരു ഇതാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ കൂട്ടുകാരെ, അങ്ങനെ ശരണ്യതേ നമ്മൾ മീനൊക്കെ ഒന്ന് തേക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം മാത്രം വെട്ടി ഒന്ന് തേച്ച് നോക്കിയാണ് ശരണ്യ. അതെ അതെ, അപ്പൊ ഇനി ഇത് തേച്ചാലേ അല്ലെങ്കിൽ തൊലി പൊളിക്കേണ്ടി വരുവാന്നൊക്കെ നോക്കണം അല്ലേ? തൊലി പൊളിക്കണതാണോ? എന്നാ നമുക്കൊന്ന് തൊലി പൊളിച്ചേക്കാം അല്ലേ?
കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ശരണ്യ ഏറ്റവും ലാസ്റ്റ് അത് തൊലി പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. തൊലി പൊളിക്കുന്ന മീനാ തോന്നുന്നു. അതെ, അപ്പം അങ്ങനെ അതെ തൊലി പൊളിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പം അമ്മ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ശരണ്യ പറഞ്ഞ് ശരണ്യ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ തൊലി പൊളിച്ചപ്പോൾ ഈ പരുവായല്ലേ ആണ്. ശരണ്യ? എന്തോ ഇത് ഞാൻ വെട്ടി തന്നെ ശരണ്യ. എനിക്ക് വെട്ടാൻ പറ്റുന്നില്ല, അപ്പോഴാണ് വെട്ടിത്തരാൻ പോകുന്നത്. ശരണ്യ ഒരു പണി ചെയ്യുക, അല്ലെങ്കിൽ അമ്മ വെട്ടാന്ന് പറഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞ് വേണ്ടെന്നും പറഞ്ഞു. നമുക്ക് അകത്ത് വേറെ പച്ചക്കറി വെക്കണം. ആ അതാണ്. അതും വെക്കണം, പിന്നെ പാത്രം കഴുകണം, അതെല്ലാം കഴുകി വെക്കും അമ്മ. ഞാൻ വെട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. ഞാനാകുമ്പോൾ കല്ലേ വെച്ച് വെട്ടാം. എനിക്ക് നടക്കുന്നില്ല, അപ്പോഴാണ് കല്ലേ വെച്ച് വെട്ടാൻ പോകുന്നത്. ഇപ്പൊ ഭയങ്കര പാടാ കൂട്ടുകാരെ. ആണല്ലേ? ഓ താഴെ പോയല്ലേ? താഴെ പോയി. പോട്ടെ, തലയല്ലേ പോയുള്ളൂ. തലയിലേ പോയുള്ളൂ. മീന് കയ്യിലുണ്ടല്ലോ. ഇതുപോലെ വെട്ടിയിടണോടാ. കണ്ട ഒന്ന് കയ്യിൽ കാണിച്ച്. കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായല്ലേ? അപ്പൊ ഇനി എങ്ങനെ വെട്ടുന്നതൊന്ന് കമന്റ് ചെയ്യണേ. ശരണ്യ ഏതായാലും തൊലി കളഞ്ഞാണ് എടുക്കും. തൊലി കഴിഞ്ഞെടുത്ത് തേച്ചിട്ടൊന്നും നടന്നില്ല, അതിലൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ ഇതൊന്നും എല്ലാം വെട്ടിയെടുത്തിട്ടൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങമാസം എത്തിച്ചേരും മുമ്പ് തന്നെ നമ്മുടെ ചിങ്ങംകൊല ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ശരണ്യ എന്തോ ഒരു പാട്ട് പാടിയല്ല? ചിങ്ങമാസം വന്നു ചേർന്ന ചിങ്ങംകൊല സ്വന്തമാക്കാന്ന്. അപ്പൊ നമുക്കൊരു ചിങ്ങക്കൊല തന്നെ തന്നിട്ടുണ്ട്. ആണല്ലേ? അങ്ങനെ അതെ നമ്മുടെ അടിപൊളിയായിട്ട് മീന് ശരണ്യ നല്ല വൃത്തിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. പറയാൻ പറ്റത്തില്ല. ചില മീന് തലയുണ്ട്, ചില മീന് തലയില്ല. കാരണം ഏത് മീൻ വേണേലും ഞാൻ വെട്ടും. ഇത് ഭയങ്കര പാടായി പോയല്ലേ? ഭയങ്കര പാടായി പോയി. അപ്പൊ നമുക്കിനി അകത്തോട്ട് പോയി കഴുകട്ടെ. അങ്ങനെ നമ്മുടെ ശരണ്യ മീനൊക്കെ വെട്ടിയെടുത്ത നേരത്ത് നമ്മുടെ അച്ഛൻ്റെ എവിടെയോ പോകാനായിട്ട് ഒരുങ്ങുന്നു. ഗ്യാസ് എടുക്കാൻ പോകും. ഗ്യാസ് കിട്ടിയല്ലേ? ഇത് കണ്ട കൂട്ടുകാരെ, ഇത് എന്നാന്ന് ചോദിച്ചാൽ ഗ്യാസ് കിട്ടിയ അതെന്തിനാണ് വെച്ചെന്നുള്ളത് എനിക്കല്ലേ അറിയാൻ പറ്റൂ. ശരണ്യൊക്കെ അത്രോളം പോയി. പറഞ്ഞോ. പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ഗ്യാസ് ഇവിടെ കൊണ്ടുവന്നൊക്കെ തരും. പക്ഷെ ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചമ്മ, ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്തത് അച്ഛനറിയാതെ ഒരു OTP പറഞ്ഞു കൊടുത്തു. പക്ഷെ ഗ്യാസ് മറിഞ്ഞു പോയി. അപ്പം നമുക്ക് ഇവിടെ കുറ്റി സിലിണ്ടർ അങ്ങനെ എപ്പോഴും വേണ്ട, കാരണം നമുക്കിവിടെ പൈപ്പ് ലൈൻ ഗ്യാസ് ഉള്ളതുകൊണ്ട്. അപ്പൊ അത് കാരണം നമുക്കുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഗ്യാസിന് മുട്ടുവരികയല്ല. അതെ. പിന്നെ ശരണ്യൊക്കെ ഈ അടപ്പേ വെക്കണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ വേണം. അടപ്പാണ് നമ്മുടെ ആ അടപ്പ് മറ്റേ നേരത്തെ ലൈൻ അടപ്പാണ്. അതെ. അപ്പൊ അത് കാരണം നമ്മൾ എപ്പോഴും ഇത് സ്റ്റോക്ക് വേണം. ശരണ്യ ഉദ്ദേശിച്ചാണ് നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ അതിന് വേണ്ടി കണ്ട ചാക്കിലൊക്കെ ആക്കി. ഇപ്പൊ ഗ്യാസുകാരൻ ഇന്നടുത്ത് വരും. അപ്പൊ ഞാൻ ചെല്ലാൻ പറഞ്ഞ് അവിടെ ചെന്ന് ചേർന്നിരിക്കുമ്പോൾ ഗ്യാസ് വരും. ഞാൻ റിട്ടേൺ വരും. എണ്ണ കഴിക്കണം. ഓ ചേട്ടൻ ഉടനെ പറഞ്ഞ അടുത്ത പരിപാടി. വേറെ കുപ്പിയിട്ടല്ലേ കൂട്ടുകാരെ, ഞങ്ങൾ തീരുമ്പോ എണ്ണ മേടിക്കുന്നത് അല്ലേ? നമ്മൾ എണ്ണ മേടിക്കുന്നത് എവിടെ നിന്നാണ്? ഇസബല്ല എന്നാണ്. നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. അവിടെ നമുക്ക് നേരിട്ട് കാണാം. അവിടെ ആട്ടുന്ന ഒരു മില്ലൊക്കെ ഉള്ള കറക്റ്റ് കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഇത് ഒരിക്കലും ഒരു പരസ്യമായിട്ടല്ല കേട്ടോ. അവര് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ ഒരു മെമ്പറും കൂടി ആയിരുന്നു. എന്റെ സുഹൃത്തും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതി കൊണ്ടല്ല, നമുക്ക് ഒരു വിശ്വാസം ഇപ്പൊ ഏറെക്കുറെ നിൽക്കുന്നത് ഒരു ഇസബലയിലാണ്. അതുകൊണ്ടാണ് ഞാനത് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോയി വാങ്ങുന്നത്. ചിലപ്പോൾ 1 രൂപ കൂടുതലായിരിക്കാം. അപ്പൊ നമ്മൾ കണക്കൂട്ടിയാൽ 1 രൂപയ്ക്ക് നമ്മൾ കണക്കൂട്ടില്ല. എന്നാന്നറിയുക, നമ്മുടെ വിശ്വാസമാണ് നമുക്ക് അവിടെ വലുത്. അപ്പൊ അതുകൊണ്ട് ഇസബലയിലെ എണ്ണ ഞങ്ങളിപ്പോ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ശരണ്യ എവിടം വരെ ആയെന്നൊക്കെ നോക്കട്ടെ. ശരണ്യ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഞാൻ ഡോറൊക്കെ തുറന്നു വന്ന ഒച്ചയാണ് കേട്ടെ. ഇതൊക്കെ മുറിച്ചോണ്ടിരിക്കുകയാണല്ലേ? ആർക്കറിയാം, ശരണ്യയുടെ ഇഷ്ടം. എന്ത് ചെയ്യണോ വെച്ചാ അച്ഛൻ എണ്ണയൊക്കെ പകർത്തും. ഈ കുപ്പി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ പകർത്തുന്നത്. പിന്നെ എന്ത് വേണം?
ഇത് പൊള്ളിച്ചാ മതിയല്ലേ? അല്ലെ നമ്മള് അച്ചുകൂട്ടനും കണ്ണനും വരും പറഞ്ഞായിരുന്നു. ആ അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കും. അപ്പൊ പൊള്ളിച്ചേക്കാം. പിള്ളേരുടെ ഇഷ്ടം പോലെ നോക്കണം. പൊള്ളിച്ചേക്കാം. ഇത് വറുക്കുന്നില്ല നല്ല നീളത്തിൽ. ആ എന്നാ വറുക്ക്. ഓ ശരണ്യയുടെ ഇഷ്ടം പോലെ വറുത്താണ് ഇഷ്ടം. ആ എന്നാ വറുത്തൊക്കെ ഇട്. അങ്ങനെ ആയിക്കോട്ടെ. വറുത്തെടുക്കാം. ആ ശരി ശരി. നമുക്കും അതേ എളുപ്പം. അടിപൊളിയായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ശരണ്യ. ഇത് ഒരു ഊരിതാ അതാ വെളുത്തത്. ആഹാ അടിപൊളി. അപ്പൊ നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം അല്ലേ? എടുക്കാം. ശരണ്യ, എന്താ നമ്മളെ അമ്മയും മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ? മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അമ്മ ഒന്ന് കാണിച്ചേ, നമ്മുടെ അമ്മ എന്നാ മീനാണ് വെട്ടണത്? അതെ ഇത് വറ്റപ്പഴം. കണ്ണിയായില്ല അമ്മക്ക് പേര് വരെ മറന്നുപോയി. കണ്ണിയായില്ല. അമ്മതെ കണ്ണിയായില്ല വെട്ടണം. ഒന്ന് പൊക്കി കാണിച്ച ചട്ടി. അമ്മ കണ്ണിയായില്ല വെട്ടണം. കണ്ണിയായില്ല വെട്ടണം. അമ്മ വെട്ടി തുടങ്ങിയതേ ഉള്ളു. ആ. അപ്പൊ ഇതൊക്കെ വെട്ടിയിട്ടൊക്കെ കാണിക്കാം. നമ്മുടെ ശരണ്യ ആ നേരത്ത് ദേ ഇവിടെ എന്നാണ് ഉപ്പ് മഞ്ഞപ്പൊടി എല്ലാം കുരുമുളക് പൊടി ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. ആ അപ്പൊ ഇനി അതിലായിട്ട് മുളക് പൊടിയൊക്കെ ചേർക്കുകയാണ്. മുളക് പൊടി ചേർക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നമ്മൾ അപ്പത്തിന്റെ വീഡിയോ ഇട്ടില്ലേ? അപ്പത്തിന്റെ വീഡിയോ ഇട്ടപ്പോ എല്ലാരും പറഞ്ഞ അതിന്റെ കൂട്ട് കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഷിജു ചാനൽ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. ആദ്യത്തെ വീഡിയോയിലൊക്കെ കിടപ്പുണ്ടല്ലേ? ആദ്യമേ കിടപ്പുണ്ട്. എന്നാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതിന് എന്തൊക്കെ ചേരണം നമ്മുടെ അമ്മയുടെ കൂടി ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? ആണ്. അമ്മ അമ്മ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. അമ്മ മീൻ വെട്ടണ തിരക്കി. തേങ്ങ വേണം. എങ്ങനെയാണ്? തേങ്ങ വേണം. ആ അപ്പൊ എന്നാണ്? തേങ്ങ വേണം. ആ പിന്നെ നമ്മുടെ പച്ചരി കുതിർന്ന് കഴിയുമ്പോ തേങ്ങയും ചേർത്ത് പിന്നെ ഒരു ഈസ്റ്റ് ഇട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒരു ശകലം ചോറ്, കുറച്ച് ചോറ്. പിന്നെ ചോദിക്കുന്നുണ്ട് നമ്മൾ പിന്നെ കപ്പി കാച്ചണം അല്ലേ? ആ കപ്പി കാച്ചണം. ലാസ്റ്റ് വേണം. അരച്ച് കഴിയുമ്പോ ലാസ്റ്റ് ഒരു തുള്ളി മാവും കൂടി വെച്ച് കുറുക്കി എടുക്കണം. ആ അതിനിവിടെ കപ്പി കാച്ചണം എന്ന് പറയും. ആ ചിലർ റവ എന്നിട്ട് അത് തണുത്തതിന് ശേഷം മാത്രം മാവില് മാവില് ചേർത്ത് വെക്കണം. പിന്നെ നമ്മൾ ചുടുന്നതിന് 2 മണിക്കൂറിന് മുമ്പ് ഉപ്പിട്ട് വെക്കണം. എന്നാലേ ഇവൻ ഒന്നുകൂടി വീർക്കുള്ളൂ. അല്ലേ? ഈർത്ത് വരുള്ളൂ. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് ചുട്ടാച്ചാൽ മതി. ചിലര് റവ ചേർക്കും, നമ്മൾ ചേർക്കാറില്ല. ഞാനിത് നമ്മളല്ല പുറത്തുള്ള നമ്മളെ റവ ചേർക്കാം. നമ്മള് ചെയ്യുന്നത് മാത്രമാണ് കൂട്ടുകാർ ചോദിച്ചിരിക്കണത് എങ്ങനെയാണ് ചെയ്യണം. നമ്മളെ റവ ചേർക്കാറില്ല. അരി എത്ര ഇടണമെന്ന് ചോദിച്ചായിരുന്നു. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണമല്ല. ഇന്നത് കണക്ക് പറഞ്ഞു. നമ്മുടെ കണക്കൊന്ന് പറഞ്ഞോളൂ. നമ്മള് ഒരു നാഴിയും പിന്നെ പകുതിയും കൂടി ആ ഇടും. അപ്പൊ അതിനുള്ള ഈസ്റ്റ്. ഈസ്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ സാധാ ഈ വലിയ തരിയുടെ ഈസ്റ്റ് മേടിക്കാതെ ചെറിയ മേടിക്കല അത് കൊള്ളത്തില്ല. ചെറിയ തരിയുടേത് നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് ഈ ഉപയോഗിക്കുന്നത്. ബേക്കറിയിലെല്ലാം കിട്ടും. അതെ. ഈസ്റ്റ് മേടിക്കാൻ. അതെ. അപ്പൊ അത് ഈസ്റ്റും കൂടി ഇട്ടാണ് അരക്കണത്. നമ്മൾ അരക്കുമ്പോ അല്ലേ? അപ്പൊ നമ്മുടെ ശരണ്യത ആ നേരത്ത് മീനൊക്കെ ഒന്ന് പെരുത്തിയൊക്കെ ജീരകം ചേർക്കണം. ആ അപ്പൊ കൂട്ടുകാരെ ഇച്ചിരി ജീരകമൊക്കെ ചേർക്കണം. അപ്പത്തിന്റെ ഇതില് ഇതാണ് കേട്ടാ പറയുന്നത്, മീനിൻ്റെതല്ല കേട്ടാ. അപ്പൊ കേട്ടാ മീനൊക്കെ അങ്ങനെ ഒന്ന് പെരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടെ. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യത മീനൊക്കെ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട നമ്മുടെ എണ്ണയിലൊക്കെ കിടന്ന് അങ്ങോട്ട് മീനൊക്കെ മൊരിഞ്ഞു വരട്ടെ. എല്ലാവരും മൊരിഞ്ഞ് വേണം. എന്നാലേ മീൻ രുചിയുള്ളൂ. ആണല്ലേ? ആ അപ്പൊ കൂട്ടുകാർ ഇവിടെ എന്നും വറുക്കത്തൊന്നുമില്ല ഇപ്പൊ. വെള്ളപ്പോലെ ഇതൊക്കെ മാത്രമേ ഇപ്പൊ വറുക്കുന്നുള്ളൂ. ആ അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഇനി കൂട്ട്. ഇത്ര എണ്ണ ഒഴിച്ചിട്ട് മീൻ മുങ്ങിക്കിടക്കാൻ വേണ്ടി ഇത്ര എണ്ണ ഒഴിച്ചേ കേട്ടോ. ആണല്ലേ? ആ അപ്പൊ ഇത് മൊരിഞ്ഞിട്ടൊക്കെ കാണിക്കാം. നമ്മുടെ അമ്മയാണെങ്കിൽ ഇത് മീനൊക്കെ വെട്ടി തീർന്നെന്ന് തോന്നുന്നു. കണ്ട അതെ അമ്മയും മീനൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് വെട്ടിയെടുക്കണം. കണ്ട അപ്പൊ അങ്ങനെ അമ്മേ അടിപൊളി കേട്ടാ. അമ്മ നോക്കണേ. അമ്മ ഇവിടെ എങ്ങും ഇല്ല. അപ്പൊ ഒരാള് മീൻ വെട്ടിക്കഴിഞ്ഞ് ഒരാള് മീൻ വെട്ടിയത് വറുത്തണ്ടിരിക്കുന്നു. നമുക്ക് സാമ്പാറുണ്ട്. സാമ്പാറുണ്ട്. അതൊന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരെ. സാമ്പാർ മേശപ്പുറത്താണ്. എന്നാ വാ. അങ്ങനെ നമ്മുടെ സാമ്പാർ അടിപൊളി സാമ്പാറുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയായിരുന്നു. ചമ്മന്തിപ്പൊടിയുണ്ട്. അതെ തീർന്നു പോയി. നമ്മുടെ തേങ്ങ കൊണ്ട് ചമ്മന്തിപ്പൊടി അതൊക്കെ തീർന്നു പോയി. അതൊന്നും പെട്ടെന്ന് ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുന്നതും കാണാം. 2 ദിവസം കൊണ്ട് തീർന്നതും കാണാം. ആരാ തീർക്കണത്? ഞാൻ തന്നെ.
ശരണ്യ എന്തോ എവിടം വരെ നമ്മുടെ മീനാ ആ ഞങ്ങൾ മീനൊക്കെ ദേ വറുത്ത് വെച്ച് ആഹാ അടിപൊളിയാക്കിയല്ല സൂപ്പർ ആഹാ അപ്പൊ എല്ലാരും പോലും നമുക്ക് അത് നമുക്ക് ഒന്നിച്ചിരുന്ന് ചോറുണ്ണാം. അതെ മീൻ വറുത്തത് കൂട്ടി. അപ്പൊ കൂട്ടുകാരെ ഈ മഴ സമയത്തും ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ മീൻ വറുത്ത് തക്കാളിയൊക്കെ അരിഞ്ഞ് സവോളയൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ ഇത് ഏതാണ്ട് ഹോട്ടലിലെ പോലെയൊക്കെ കളഞ്ഞു. ശരണ്യ ഡിസൈൻ ചെയ്തത് എന്താണെന്നറിയാമോ? തക്കാളി ഇട്ട് എല്ലാരും കുക്കുമ്പോ ഇവിടെ കുക്കുമ്പോ ഇല്ലാത്ത ഞാൻ തക്കാളി വെച്ച് ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ. അതെ, അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ ബൈ.